പോലെ രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ കേരളത്തിലേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് പത്തനംതിട്ടയിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. രാവിലെ 11:45 ഹെലികോപ്റ്ററിൽ അടൂർ വടക്കടത്തുകാവിലെ പോലീസ് ക്യാമ്പിൽ ഇറങ്ങുന്ന രാഹുൽ പിന്നീട് 12:15 അടൂർ മണ്ഡലത്തിലെ UDF സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. വിശദാംശങ്ങളുമായി ശശിനാരായണനും ഒപ്പം ഡാൻ കുര്യനും ആണ് ചേരുന്നത്. ആദ്യം ശശിനാരായണനിലേക്ക്. ശശിനാരായണൻ, നിലവിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ എവിടെയൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ അഭിസംബോധനകൾ ഉണ്ടാവുക? ഏതൊക്കെ തെരഞ്ഞെടുപ്പ് ക്യാമ്പുകളെ ആണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെയാണ് രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യുക? അഭിലാഷെ, പ്രധാനമായും ഇന്ന് ആദ്യം കേരളത്തിൽ പത്തനംതിട്ടയിലാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. രാഹുൽ ഗാന്ധി 11 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് അടൂരിലെ പോലീസ് ക്യാമ്പിൽ എത്തുക. 11:45 കൂടിയാണ് അടൂർ പോലീസ് ക്യാമ്പിൽ എത്തിച്ചേരുക. അതിനുശേഷമായിരിക്കും അവിടെ നിന്നും 12:15 കൂടി അടൂർ തന്നെ സ്ഥാനാർത്ഥിയായ CB ശാന്തകുമാറിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കും. അവിടെ നിന്ന് റോഡ് മാർഗം പത്തനംതിട്ടയിൽ 1 മണിയോടുകൂടി എത്തിച്ചേരും. 1 മണിക്കാണ് 4 മണ്ഡലങ്ങൾ, പത്തനംതിട്ടയിലെ 4 മണ്ഡലങ്ങളുടെ UDF സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്രചരണ പരിപാടിയിലും ഒപ്പം പൊതുയോഗങ്ങളിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. അതേസമയം റോഡ് ഷോയോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തതയില്ല. അത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളതാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആന്റണി വ്യക്തമാക്കിയത്. നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശകരമായ ഒരു കാര്യം കൂടിയാണ് രാഹുൽ മണ്ഡലത്തിലെത്തുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ, ഈ മണ്ഡലത്തിലെ വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ UDFന് നേരെയുള്ള മണ്ഡലം ജില്ലയാണ് പത്തനംതിട്ട. പക്ഷേ കഴിഞ്ഞ 2 തവണയും LDFന് അനുകൂലമായ ഒരു വിജയത്താണ് ഉണ്ടായത്. അത് മറികടക്കാൻ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പ്രവർത്തകർക്ക് ആവേശമായി മാറും, അത് വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷ കൂടി നേതാക്കളും പ്രവർത്തകരും നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആവേശകരമായ ഒരു സ്വീകരണം രാഹുൽ ഗാന്ധിക്ക് നൽകാനുള്ള ക്രമീകരണങ്ങളാണ് പത്തനംതിട്ടയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡിലാണ് 1 മണിയോടുകൂടി രാഹുൽ ഗാന്ധി എത്തിച്ചേരുക. അവിടെ ഈ 4 മണ്ഡലങ്ങളുടെ UDF സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യും. അതിനുശേഷം പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം അവിടെ നിന്നും നേരെ പാമ്പാടിയിലേക്കാണ്, പിന്നെ ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധി പോവുക. വൈകിട്ടോടുകൂടി തിരികെ കോന്നിയിലെത്തി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും തിരികെ മടങ്ങി വരികയാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ ഇപ്പോൾ ഇവിടെ നിലവിലത്തെ കാര്യത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും പത്തനംതിട്ടയിലെ UDF പ്രവർത്തനം കോൺഗ്രസ് നേതൃത്വവും വലിയ ആവേശത്തിലാണ്. സംസ്ഥാന തലത്തിലെ ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായി വ്യക്തതയില്ല. പക്ഷേ അതേക്കുറിച്ച് ഇന്നലെ വാർത്താ സമ്മേളനം പറഞ്ഞിട്ടില്ല. പക്ഷെ ആരൊക്കെ വരും, ഒപ്പം KC വേണുഗോപാൽ ഉണ്ടാവും, പ്രതിഷ്ഠ ഉണ്ടാവും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. എന്തായാലും അത്തരത്തിലുള്ള നേതാക്കൾ ഉണ്ടാവും എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ സജ്ജമായ രീതിയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വരുന്നത് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആവേശമായി മാറിയിരിക്കുകയാണ്. അഭിലാഷ്, യെസ്, രാഹുൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് പ്രവർത്തകർക്ക് വലിയ ആവേശമായി മാറുന്നു എന്നതിൽ തർക്കമില്ല. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോൺഗ്രസിനും UDF ക്യാമ്പിനുമൊക്കെ വലിയ ആവേശമാണ് പകരുക രാഹുൽ ഗാന്ധിയുടെ വരവ്. പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും എത്തുന്നുണ്ട്. പക്ഷേ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്നലെ പ്രധാനമന്ത്രി എത്തിപ്പോയിരുന്നു. അവിടെ വലിയ വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ അഴിമതി ഭരണം ആണ് കാഴ്ചവെച്ചത്, സ്വന്തം പോക്കറ്റിലേക്ക് പണം എത്തിച്ചു എന്ന വിമർശനം ഉന്നയിച്ചു. ഒപ്പം പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പരാമർശിച്ചില്ല എങ്കിലും അത്തരം സംഭവങ്ങൾ പറഞ്ഞുപോയി. അതിനപ്പുറത്ത് സാധാരണ കാണുന്നത് പോലെയുള്ള ഒരു ആക്രമണ സ്വഭാവം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് തോന്നുന്നുമില്ല. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതുമില്ല. രാഹുൽ എത്തുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളായി നിലനിൽക്കുന്നത് ഡീൽ പോലെയുള്ള വിഷയങ്ങൾ ആണ്. ഈ ഡീൽ ആരോപണം പോലെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു മറുപടി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് SDPIയുടെ പിന്തുണ ഇടതുപക്ഷം സ്വീകരിക്കുന്നു എന്ന് പറയുന്നു, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് എന്ന് പറയുന്നു. അത്തരം വിഷയങ്ങളിലടക്കം രാഹുലിൻ്റെ പ്രസംഗത്തിൽ മറുപടി ഉണ്ടാകും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ആഴ്ചകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിലാണ് കേരളത്തിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ചില ജില്ലകളിൽ CPM BJP ഡീൽ നിലനിൽക്കുന്നു എന്ന ആരോപണം പരസ്യമായി ഉന്നയിച്ചത്. അതിനെതിരെ ദൌർഭാഗ്യകരമായ പ്രസ്താവനയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളായ മല്ലികാർജ്ജുന ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഭാഗത്തു നിന്നുണ്ടായതെന്ന് പരസ്യമായി വ്യക്തമാക്കിക്കൊണ്ട് MA ബേബി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം നടത്തുന്ന രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കേരളം കണ്ടതാണ്. അതിന് പിന്നാലെയാണ്
രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലേക്ക് എത്തുന്നത്. 5 ജില്ലകളിലാണ് അദ്ദേഹം പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പങ്കെടുക്കുക. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളുടെ പരിപാടികളിൽ പങ്കെടുക്കും. അതിൽ തന്നെ പത്തനംതിട്ടയിൽ ആദ്യം ഈ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ അദ്ദേഹം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൊടുക്കുന്ന പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വേദിയിലാകും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക. അതിനുശേഷം പത്തനംതിട്ടയ്ക്ക് പുറമെ അദ്ദേഹം അടൂരിൽ നിന്ന് പന്തളത്തേക്ക് റോഡ് ഷോ നടത്താനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അത് അവസാന ഘട്ടത്തിൽ നടത്തുമോ അതോ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തത കൈവന്നിട്ടില്ല. അതോടൊപ്പം കോന്നിയിലും റാന്നിയിലും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകും. ആറന്മുളയിലടക്കം രാഹുൽ ഗാന്ധി വരുമെന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. അതിൽ ഏത് തരത്തിലാണ് ഈ ചാർട്ട് തയ്യാറാക്കുന്നത് എന്ന് അവസാന നിമിഷം മാത്രമാകും വ്യക്തമാകുക. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മന് വേണ്ടി അദ്ദേഹം വോട്ട് തേടും. ഏറ്റുമാനൂരിൽ അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ കണ്ണൂരും കോഴിക്കോടും പ്രചാരണ പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്രയും വേദികളിൽ രാഹുൽ എത്തുന്നതുകൊണ്ട് സ്വാഭാവികമായി രാഷ്ട്രീയം അവിടെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഈ ഡീൽ വിവാദം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ തന്നെയാണ് കോൺഗ്രസ് ഉയർത്തിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ തരത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം ദിവസേന അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മറുപടി പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ ദേശീയ മുഖമായ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുമ്പോൾ ഡീൽ വിവാദം വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് ഇന്ത്യ മുന്നണിയിലെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ വിമർശനങ്ങളുടെ മൂലം നീളുമെന്ന കാര്യം ഉറപ്പാണ്. ശരി, ഒപ്പം ഡാനി സൂചിപ്പിക്കുന്ന പോലെ ഡീൽ എന്ന ഒരു അജണ്ട സെറ്റ് ചെയ്തത് കോൺഗ്രസ് ആണ് എന്നതിൽ തർക്കമില്ല. ആ വിഷയം ഇപ്പോഴും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതും തർക്കമില്ല. അതോടൊപ്പം അതിന് മറുഭാഗമുണ്ടല്ലോ, അതായത് വികസന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക എന്ന് ഇടതുപക്ഷം പറയുന്നു. വികസന വിഷയങ്ങളിൽ സംവാദത്തിന് തയ്യാറാണോ എന്ന് BJP അടക്കം വെല്ലുവിളിക്കുന്നു, കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു. യുവജന സംഘടനകൾ, ഇടതു യുവജന സംഘടനകൾ വയനാടിനെ പ്രധാനപ്പെട്ട വിഷയമാക്കി, അതായത് മുണ്ടക്കൈ ചൂരൽമല വിഷയത്തെ പ്രധാന വിഷയമാക്കി മാറ്റുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, M സ്വരാജ് നടത്തിയിട്ടുള്ള പദപ്രയോഗങ്ങൾ അടക്കം കോൺഗ്രസിനെ അങ്ങേയറ്റം കടന്നാക്രമിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതേ ദുരന്തത്തെ തന്നെ മറ്റൊരു തരത്തിൽ വോട്ടാക്കി മാറ്റുവാനുള്ള കൃത്യമായ നീക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അത് എവിടെ പോയി കോൺഗ്രസ് സമാഹരിച്ച തുക, എവിടെ പോയി വയനാട്ടിലെ വീടുകൾ എന്നതൊക്കെയാണ്. ഇപ്പോഴും തറക്കല്ലിട്ട് പോയി എന്നതിനപ്പുറത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നില്ല എന്നതൊക്കെയാണ്. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ അവസരമാക്കി ആ ദുരന്തത്തെ ഇപ്പോഴും ഇടതുപക്ഷം മാറ്റുന്നുണ്ട്. അവിടെ പക്ഷെ മറുപടി നൽകാൻ കോൺഗ്രസ് ബാധ്യസ്ഥരായി മാറുന്നുണ്ടോ? വയനാടിന്റെ മുൻ MP എന്ന നിലയിൽ ഒരുപക്ഷെ ഇത്തരം വിമർശന വിഷയങ്ങളിൽ കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുമോ ഡാൻ? കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും എതിരായ രൂക്ഷമായ വിമർശനം എന്നതിനപ്പുറത്തേക്ക് ഇടത് കേന്ദ്രങ്ങളുടെ ഈ വിമർശനത്തിന് മുന ചെന്നെത്തി നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലുമാണ് എന്നതിൽ സംശയമൊന്നും വേണ്ട. കാരണം രാഹുൽ ഗാന്ധി വയനാടിന്റെ മുൻ MP-യാണ്. അദ്ദേഹം അവിടെ നിന്ന് മാറി പിന്നീട് പ്രിയങ്ക ഗാന്ധി, സഹോദരി കൂടിയായ പ്രിയങ്ക ഗാന്ധി അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യം, വലിയ ഭൂരിപക്ഷത്തിൽ വയനാടിന്റെ MP-ആയി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന പശ്ചാത്തലം. അങ്ങനെയുള്ള വയനാട്ടിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തമുണ്ടായി 2 വർഷം പിന്നിടുമ്പോഴും കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകൾ എന്തുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, തറക്കല്ലിടാൻ പോലും കഴിയുന്നില്ല എന്നൊരു വിമർശനം വലിയ തരത്തിൽ രാഷ്ട്രീയമായി വയനാടിനപ്പുറത്തേക്ക് കേരളത്തിൽ മുഴുവൻ ചർച്ചയാക്കാനുള്ള നീക്കം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വം, പ്രതിപക്ഷ നേതാവ് അടക്കം അതിന് കൃത്യമായ മറുപടി രാഷ്ട്രീയമായി അദ്ദേഹം നൽകുന്നുണ്ട്. കാരണം ഇന്നലെ രൂക്ഷമായ ഭാഷയിലാണ് അവിടെ കുടിൽ കെട്ടി സമരം ചെയ്യാൻ ശ്രമിച്ച DYFI പ്രവർത്തകർക്ക് നേരെ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചത്. അതിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രതികരണം ശ്രദ്ധേയമായി മാറും. ഏതെങ്കിലും ഒരു ടൈം പീരീഡ് വെച്ച് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് UDF അധികാരത്തിലെത്തിയാൽ ഫസ്റ്റ് പ്രയോറിറ്റി വയനാടിൽ ഈ ടൌൺഷിപ്പ് നിർമ്മാണത്തിന് തന്നെയായിരിക്കും. അതിനുശേഷമേ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധയൂന്നുവെന്നാണ്. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും അല്പസമയം കൂടി കാത്തിരിക്കാം. രാഹുൽ ഗാന്ധി ഏത് തരത്തിലായിരിക്കും CPM-നെതിരെ അത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ നടത്തുകയെന്നറിയാം. യെസ്, തീർച്ചയായും അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ ഷെഡ്യൂൾ ചെയ്തത് പ്രകാരമാണ് എങ്കിൽ 5 ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുമുണ്ട്. ഒരു പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഈ പൊതുവേദികളിൽ ഉൾപ്പെടെ വയനാട് വിഷയം സംസാരിച്ചില്ല എങ്കിൽ പോലും രാഹുൽ ഗാന്ധി എപ്പോഴും മാധ്യമങ്ങൾക്ക് മുഖം നൽകുന്ന നേതാവാണ്. ഒരു പക്ഷേ ഈ 5 ഇടങ്ങളിൽ എത്തുമ്പോൾ എവിടെയെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് എന്തു മറുപടിയായിരിക്കും രാഹുൽ ഗാന്ധി നൽകുക എന്നതും പ്രധാനപ്പെട്ടതാണ് എന്നുകൂടിയാണ് സൂചിപ്പിക്കേണ്ടത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.